ഇന്ന് നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, ഗൗരി പാർവതിബായ്, ഉമയമ്മ റാണി. ഉത്തരം ഗൗരി പാർവതിബായ് ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ആൻസർ അവധാണ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഇന്ത്യ, ബെൽജിയം, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആണ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, മുഹമ്മദ് അലി ജിന്ന, ചന്ദ്രശേഖർ ആസാദ്. മുഹമ്മദ് അലി ജിന്നയാണ്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ച താഴെ പറയുന്നതിൽ ആരാണ്? വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദനാണ്. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ലാഹോറാണ്. മിശ്രവേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു ദിവസം ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകൂ എന്നതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്രവേലിയേറ്റം എന്ന് വിളിക്കുന്നു. ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും മാത്രമുള്ളതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. ഒരു ദിവസം 3 ഉയർന്ന വേലിയേറ്റവും 3 താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉള്ളതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്രവേലിയേറ്റം എന്ന് വിളിക്കുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ ഡയോക്സൈഡ്. താഴെ പറയുന്നതിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ഖാരിഫ് വിള ജൂൺ സെപ്റ്റംബർ മാസത്തിലാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഭാബർ എന്ന് വിളിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഖാദർ എന്ന് വിളിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഭാങ്കർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായ് ബെൽറ്റ് ബങ്കർ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 4ഉം ശരിയാണ്. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഭാബർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായ് ബങ്കർ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ധോഡാഘട്ട ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏത്? ആറളമാണ്. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. വിവിധ തരം തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം ആണ് തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ. സിന്ധുശ്രീ ഖുള്ളറാണ്. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. ദാദാഭായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരുണ്ട്?
ആഗോളവൽക്കരണമാണ്. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് RBI ഡാറ്റ. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് പൗരത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി 1ഉം 2ഉം ആണ് ശരി. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം.